ഇറാന് നേരെയുള്ള യുഎസിന്റെ ഏത് അക്രമവും മിഡിൽ ഈസ്റ്റിൽ ഒരു മേഖലാ യുദ്ധത്തിന് കാരണമാകുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖംനേയി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിഡിൽ ഈസ്റ്റിൽ സൈനിക വിന്യാസം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് മാനങ്ങളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മേഖലാ യുദ്ധത്തിലേക്ക് വ്യാപിക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതിന് മനസ്സിലാക്കാം, ഇറാന്റെ പരിസരത്തുള്ള അമേരിക്കയെ പിന്തുണക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. സൗദി അറേബ്യ, ബഹ്റൈൻ, UAE, ഖത്തർ, ജോർഡൻ, ഇസ്രായേൽ, അങ്ങനെ നിരവധി രാജ്യങ്ങളാണ് ഇറാന്റെ സമീപത്തായിട്ടുള്ളത്. ഇവിടെയൊക്കെ അമേരിക്കയുടെ സാന്നിധ്യം വളരെ ശക്തവുമാണ്. ഇവിടെയൊക്കെയുള്ള അമേരിക്കയുടെ ബേസിലേക്ക് ഇറാൻ കൃത്യമായിട്ട് ആക്രമണം നടത്തും എന്ന് തന്നെയാണ് ഇതിനർത്ഥം. ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ ഭൂമി വിട്ടു നൽകില്ല എന്നൊക്കെ സൗദി പോലുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും അതിലൊന്നും അത്ര ആത്മാർത്ഥതയില്ല എന്ന് നമുക്കെല്ലാം അറിയുന്ന പോലെ ഒരു പക്ഷേ ഇറാനും അറിയുമെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അലി ഖാംനേയി കൃത്യമായിട്ട് തന്നെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ ഒരു യുദ്ധമുണ്ടായാൽ അതൊരു പ്രാദേശിക യുദ്ധമായി മാറുമെന്നും എണ്ണയും പ്രകൃതി വിഭവങ്ങളും പിടിച്ചടക്കലാണ് യുഎസിന്റെ ലക്ഷ്യമെന്നും മനുഷ്യാവകാശത്തെ കുറിച്ചുള്ള അവരുടെ പ്രസംഗങ്ങളെല്ലാം തന്നെ വ്യാജമാണെന്നും അലി ഖംനേയി പറഞ്ഞു. അതിൽ അല്പം കാര്യമുണ്ടെന്ന് തോന്നുന്നത്. കാരണം ഇറാനിൽ മനുഷ്യർക്കുള്ള പോലെ, അല്ലെങ്കിൽ പൗരന്മാർക്കുള്ള പോലെ, അല്ലെങ്കിൽ ഇറാനിലെ സ്ത്രീകൾക്കുള്ള പോലുള്ള അവകാശങ്ങൾ ഒന്നും തന്നെ ഇപ്പറഞ്ഞ അമേരിക്കയുടെ ബേസുള്ള രാജ്യങ്ങളിലുള്ള സ്ത്രീകൾക്ക് ഇല്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. എൻഡ് ഓഫ് ദ ഡേ ഏത് യുദ്ധമായാലും ഇതിന്റെയൊക്കെ ഫൈനൽ ലക്ഷ്യം സമ്പത്ത് കൊള്ളയടിക്കുക, പെട്രോളിയം കൊള്ളയടിക്കുക, അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് കൊള്ളയടിക്കുക, ഇത് തന്നെയാണ് ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ആരോടും അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നവരോട് ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. വർഷങ്ങളായി ഇറാനെ ഉപരോധത്തിൽ നിർത്തിയിരിക്കുകയാണ് യൂറോപ്പും അമേരിക്കയും അടക്കമുള്ള ലോകത്തെ എല്ലാ ശക്തികളും. അതുകൊണ്ട് തന്നെ ഇറാനിൽ അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് കറൻസിയുടെ മൂല്യ തകർച്ച, തൊഴിലില്ലായ്മ, ജീവിത ചെലവ് കൂടുന്നത്, ഇതൊക്കെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം തന്നെയാണ്. അതിനെ തുടർന്ന് അവിടെ ചില പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്രതിഷേധങ്ങളെ മറയാക്കിക്കൊണ്ട് മൊസാദ് ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകൾ ചാരന്മാരെ പ്രതിഷേധക്കാർക്കിടയിൽ കയറ്റിവിട്ടിട്ട് വലിയൊരു ഭരണ അട്ടിമറി ശ്രമത്തിനാണ് ഇറാനിൽ ശ്രമിച്ചത്. ഇറാന്റെ സർക്കാർ ജനങ്ങളെ പരിഗണിക്കുന്നില്ല എന്നും ജനങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നും ജനങ്ങളുടെ യാതൊരു പ്രശ്നങ്ങളിലും ഇടപെടുന്നില്ല എന്നും പറഞ്ഞിട്ട് നാറ്റോ ഉൾപ്പെടെയുള്ള സഖ്യങ്ങൾ ഇറാനെതിരെ തിരിഞ്ഞു. എല്ലാ രീതിയിലും ഉപരോധിച്ച അതേ ആളുകൾ, എല്ലാ രീതിയിലും ഇറാനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന അതേ ആളുകൾ പറയാണ് ഇറാൻ വലിയ പ്രയാസത്തിലാണ്, അതുകൊണ്ട് അവർ ജനങ്ങളെ നോക്കുന്നില്ല. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.